ಎಂತಾರಾ ಎಂತಾರಾ ನೀಯೇ ಎಂತಾರಾ என்மானம் பூத்ததே தாரா கண்பூரா நீயே தான் தாரா கண்ணார காண்கிறேன் கூடா தண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய் எதிரே என்னோடு காதல் வந்தே என்ன சொல்ல வெட்கங்கள் பேசுதே நம் காதல் வாழுமே திசைகளை படபடவென தந்தாய் மின்மினிகளில் விழிகளில் கொண்டாய் கண்ணிமைகளில் இரவினை கதகதப்புட தந்தாய் கண்ணவிழை வெண்ணில ஒளி தந்தாய் பிரம்மாண்ட காலம் நீ தந்து சென்றாய் என் நாட்கள் தீர்ந்ததே ദിവസമായി മാറണം. ആ പവിത്രതയിലേക്ക് കടന്നു വരുവാനായി തിരുസഭ നിങ്ങളെ ഒരുക്കിയിരിക്കുകയാണ്.
നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോട് സർവശക്തനായ ദൈവത്തെ നമ്മുടെ പാപങ്ങൾ ഓർത്ത്
ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായിത്തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ തിരിച്ചു പോകുവിനെന്ന് അങ്ങ് പറയുന്നു. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ലുപോലെയാണവൻ. പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു, സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ. കർത്താവേ, മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികൾ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ സുസ്ഥിരമാക്കണമേ. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന. പ്രിയ സഹോദരരെ, ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചന വരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതി സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു.
സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാകാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യം തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. കർത്താവിൻ്റെ സുവിശേഷം. പ്ലീസ് ബി സീറ്റഡ്. ഇന്നത്തെ വായനകളിൽ ആദ്യത്തെ 2 വായനയും നമ്മൾ വിവാഹമെന്ന കൂദാശയുടെ തിരുസഭ നൽകുന്ന വായനകളാണ് വായിച്ചത്. പക്ഷേ സുവിശേഷം വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്നെനിക്കറിയില്ല. ഇന്ന് കേൾക്കേണ്ട ഒരു സുവിശേഷമല്ല എന്ന് തോന്നുന്നുണ്ടോ? ആദ്യം തന്നെ ഭർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരെയും, അപ്പനെയും അമ്മയും ഭാര്യയെയും ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കാനാണ് പറയുന്നത്. അതൊരു കല്യാണത്തിന്, വിവാഹമെന്ന കൂദാശയിൽ ഒരു കുടുംബത്തെ നമ്മൾ ഒന്നിപ്പിക്കുവാനായി തമ്പുരാൻ്റെ ഈ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈശോ ഈ സുവിശേഷ ഭാഗത്തിൽ ജെറൂസലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അവസാനത്തെ യാത്ര ഈശോയുടെ. ഈ യാത്രയിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ ഈശോനെ അവർ വലിയ കാര്യമായിട്ട് സ്വീകരിക്കും. അതിനുശേഷം അറസ്റ്റ് ചെയ്യപ്പെടും. ഈശോയെ കുരിശിത്തറയ്ക്കും. കുരിശുമരണത്തിലൂടെ അവിടെ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്ന ആ വലിയ രഹസ്യം അവിടെ സംഭവിക്കാൻ പോവുക. അപ്പോൾ ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ടത് ജനക്കൂട്ടങ്ങൾ ഈശോയെ അനുഗമിച്ചെന്നാണ്. ജനക്കൂട്ടങ്ങൾ ഈശോയെ അനുഗമിച്ചു. ഈശോയ്ക്ക് ഒത്തിരി ഫാൻസ് ഉണ്ടായിരുന്നെന്ന്. കാരണം ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫേമസ് ആയിരുന്നു, നല്ലോണം പഠിപ്പിക്കുമായിരുന്നു, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒത്തിരി ഫാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് ലുക്കിംഗ് ഫോർ ഫാൻസ്, ഹി വാസ് ലുക്കിംഗ് ഫോർ ഡിസൈപ്പിൾസ്. ഈശോയുടെ ശിഷ്യരാകാൻ ഈശോ വിളിച്ചതാണ് അവരെ. ആ ജനക്കൂട്ടത്തിന് മിക്കവരും പോയി. കുരിശിൻ്റെ ചുവട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? ഈവൻ ഈശോ 3 കൊല്ലം ഫോർമേഷൻ കൊടുത്ത് വളർത്തിയെടുത്ത് ശിഷ്യന്മാർ പോലും അവിടെ ഇല്ലായിരുന്നു, യോഹന്നാൻ ഒഴിച്ച്. അപ്പം ഇന്ന് ഈ സുവിശേഷം കേൾക്കുമ്പോൾ അമലും വിശാഖും കൂടെ ഒരു വലിയ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് ഒന്നിച്ച്. ഇന്ന് വരെ നിങ്ങൾ 2
കുടുംബങ്ങളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവർ നിങ്ങളെ വളർത്തി വലുതാക്കി ഇപ്പോൾ ഈ ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ കൊണ്ടുവിട്ടു. അപ്പം നിങ്ങളുടെ കൂടെ നിങ്ങളെ കൊണ്ടുവന്ന് ഈ അൾത്താരയിൽ അവരെ ഏൽപ്പിച്ചു. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അവർ ഇനി നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന് വിടുകയാണ്. ആ ജീവിതം നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ഈശോ ഇന്ന് ചോദിച്ചതുപോലെ പരസ്പരം ശിഷ്യരാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിൻ്റെ വിഷമം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കണക്ക് കൂട്ടിയിട്ടാണോ നിങ്ങൾ ഈ അൾത്താരയിലേക്ക് വന്നിരിക്കുന്നതെന്ന്? ആവശ്യത്തിനുള്ള കണക്ക് കൂട്ടലുകൾ. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, നിങ്ങൾ പരസ്പരം അറിയാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി മുതൽ ഓരോ ദിവസവും നിങ്ങൾ കൂടുതൽ അറിയുവാനും ജീവിതം പങ്കുവയ്ക്കാനും തുടങ്ങിയാണ്. അതാണ് ആദ്യത്തെ വായനയിൽ നമ്മൾ കേട്ടത്. ദൈവം നമ്മളെ ഒറ്റയ്ക്കിരിക്കാനല്ല, ആ ഒന്നാക്കുന്ന ആ സൃഷ്ടികർമ്മത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. നിങ്ങൾ ഒന്നിപ്പിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അത് സ്നേഹത്തിലാണ് ഒന്നിപ്പിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ വിശേഷണങ്ങളൊക്കെ പൗലോസ്ലീഹ പറഞ്ഞു. ഇന്നിപ്പം ഞാൻ അതൊന്നുകൂടെ പറഞ്ഞാലും നിങ്ങളത് ഓർക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കേണ്ട ഒരു ലേഖനമാണ് കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നിങ്ങൾ കേട്ടത്. സ്നേഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ നമ്മളെ ബോധിപ്പിച്ചത്. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുക. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾ അകലുന്നുവെന്ന് തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായാൽ, നിങ്ങൾ ഒന്നാകുന്നത് കുറയുന്നുവെന്ന് തോന്നുമ്പോൾ എവിടെയാണ് കുറയുന്നത്? അതാണ് ഈശോ പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ പോലും വെറുക്കാതെ ത്യജിക്കാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാകാൻ പറ്റില്ലെന്ന്. പല ഒന്നാകലുകളും കുറഞ്ഞു പോകുന്നത്, ബുദ്ധിമുട്ടാകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങോട്ട് കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ്. ഇനി നിങ്ങൾക്കത് പറ്റില്ല. ഇത്രയും നാൾ നിങ്ങൾക്കാകാമായിരുന്നു. ഇനി നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടതാണ്. ആ സ്നേഹത്തിനകത്ത് ഒരുപാട് ത്യാഗങ്ങൾ വരും. ഇന്നു മുതൽ അമൽ എന്ത് ചെയ്താലും വിശാഖൻ്റെ ജീവിതവും കൂടെ കൂടാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇതുതന്നെ വിശാഖം. നിങ്ങൾ പരസ്പരം പങ്കുവെച്ച് കൊടുക്കാനായിട്ട് പറ്റണം. ഈ പങ്കുവെക്കലെന്ന് പറയുമ്പോൾ എളുപ്പമാണ് കേൾക്കാൻ. ഈശോ എങ്ങനെയാണ് കൊടുത്തത്? മുറിച്ച് കൊടുക്കപ്പെട്ടു. ഈശോ സ്വന്തം ശരീരത്തെ മുറിച്ച് പകുത്ത് നൽകിയതാണ് വിശുദ്ധ കുർബാന. ആ കുരിശേൽ അത് പൂർത്തിയാക്കുന്നതിന് മുൻപ് പെസഹായുടെ അന്ത്യത്താഴ വേളയിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പം ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്നും പറഞ്ഞ് പകുത്ത് നമുക്ക് തന്നതാണ്. ഇതുപോലെയാണ് വിവാഹത്തിലും. അതുകൊണ്ടാണ് തിരുസഭ ഈ വിവാഹത്തെ കൂദാശയായിട്ട് കാണുന്നത്. അതൊരു ഭയങ്കര എത്രമാത്രം നിങ്ങളതിനെ അറിയാവുമെന്ന് എനിക്കത് പ്രത്യേകിച്ച് വിശാഖൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും. ഈ കൂദാശ എന്ന് പറയുമ്പോൾ ഈ അടയാളങ്ങൾ, ബാഹ്യമായ അടയാളങ്ങളിലൂടെ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ചുരിഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളൊന്നാണ്. ഈ പങ്കുവയ്ക്കലിന് ദൈവത്തിൻ്റെ കൃപയിലൂടെ നിങ്ങളെ അവിടുന്ന് ഒന്നിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല നിങ്ങളിവിടെ ആയിരിക്കുന്നത്. ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുകയാണ്. എല്ലാ ഇന്നത്തെ കുദാശയുടെ അടയാളങ്ങളെല്ലാം അതാണ് ചെയ്യുന്നത്. നിങ്ങൾ പരസ്പരം വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ് ഇന്നു മുതൽ മരണം വരെ നിങ്ങൾ പരസ്പരം ഒന്നായി ജീവിക്കുന്ന അച്ഛൻ പറഞ്ഞതുപോലെ ആ ഇറ്റേണൽ റിങ്, ആ സ്നേഹത്തിൻ്റെ റിങ്ങിൽ നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ മരണം മാത്രമേ നിങ്ങൾ വേർപെടുത്താൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കൂദാശയിൽ നിങ്ങളാണ് കാർമ്മികർ, ഞങ്ങളെല്ലാം സാക്ഷികളാണ്. നിങ്ങളുടെ ഈ ഉടമ്പടി സ്വീകരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദേവാലയത്തിൽ ഈ വിശുദ്ധ ബലിയുടെ കൂടത്തിൽ നമ്മൾ ഈ ബലിയിൽ നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. ഈശോ ബലിയായി തീർന്നതുപോലെ പരസ്പരം നിങ്ങൾ ബലിയാകുമ്പോൾ
നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഏത് ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾക്ക് ശക്തി തരാൻ അവിടുന്ന് ഉണ്ടാവും. പക്ഷെ തമ്പുരാനെ വിളിക്കണം. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ കുറവുണ്ടെങ്കിൽ അത് നികത്താൻ നോക്കുക. അതിനുശേഷം തമ്പുരാനോട് പറയുക, തമ്പുരാൻ നിങ്ങളുടെ കൂടെ നിങ്ങളെ ശക്തിപ്പെടുത്താനുണ്ടാവും. നമ്മുടെ ഇന്ത്യൻ കേരള പശ്ചാത്തലത്തിലുള്ള ഒരു പ്രത്യേകതയാണ് വിവാഹമോതിരത്തോടിനെ കഴിഞ്ഞും കൂടുതലൊരു പക്ഷേ നമ്മൾ വിലമതിക്കുന്ന ഒന്നാണ് താലി, അല്ലേ? താലി എന്താണ് അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ് താലിയുടെ അർത്ഥം എന്താണ് അറിയാമോ? കല്യാണമൊക്കെ കഴിഞ്ഞ് താലിയൊക്കെ കഴിച്ചാലുള്ളവരെന്ന് എന്താണ് ആ താലി? താലിയുടെ അടയാളം എന്താണ്? ഹൃദയമല്ലേ? ഹൃദയത്തിൻ്റെ അടയാളത്തിലാണല്ലോ ആ താലി. അതിൽ കുരിശ് ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ കുരിശ് ദൈവം നമുക്ക് തന്ന ആ ജീവിതത്തെ ഓർപ്പിക്കുകയാണ് തൻ്റെ മകനിലൂടെ. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു സ്വജീവനെ ഈശോ നമുക്ക് നൽകിയത്. അതാണ് ഓർപ്പിക്കുന്നത്. ഈ താലി വിശാഖ് അമലയുടെ കഴുത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നാണ്. പിന്നെ സഹനങ്ങളുണ്ടാകും, കുരിശ് വേറെയും ഓർപ്പിക്കുകയാണ്. സഹനങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ ആ കുരിശ് ഓർമ്മിപ്പിക്കുന്നത് ഈശോ നൽകിയ പുതിയ ജീവനെ കൂടിയാണ്. കുരിശിൽ തീർന്നില്ല അവിടെ. സഹനങ്ങൾ ഒരിക്കലും അതിൻ്റെ അവസാനമല്ല, അത് ഉത്ഥാനത്തിലാണ് തീരുന്നത്. ഈശോ കുരിശിൽ മരിച്ചത് നമ്മളെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. നിങ്ങളെ ഇന്ന് അവിടെ നിന്ന് ഒന്നിപ്പിക്കുമ്പോൾ, ഈ പുതിയ ജീവൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഉദ്ധിതനായ ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ നടക്കാനുണ്ടാകും. വേറൊരു അടയാളമാണ് മന്ത്രകോടി. മന്ത്ര എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്ന അർത്ഥം? ദൈവം ആശീർവദിച്ച് അച്ഛനത് ബ്ലെസ് ചെയ്യും, മന്ത്രകോടി. എന്നിട്ട് വിശാഖന് കൊടുക്കുകയാണ്. വിശാഖൻ എന്ത് ചെയ്യുന്നത്? അമലയുടെ ശിരസിലിങ്ങനെ കവർ ചെയ്യുകയാണ്, പൊതിഞ്ഞ്. കർത്താവ് തിരുസഭയെ സംരക്ഷിക്കുന്ന പോലെ വിശാഖ് അമലയെ സംരക്ഷിക്കണം. അതുപോലെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരും വരാൻ പറ്റാത്തവരും നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും നിങ്ങളെ ആ സ്നേഹത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുവാനായിട്ട് ഉണ്ട് കൂടെ. ഈ അടയാളങ്ങളൊക്കെ ഈ കൂദാശ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങളിന്ന് ആരംഭിക്കുന്ന ഈ ജീവിതം അത് വിശുദ്ധമായി വലിയൊരു വിളിയായി ദൈവം വിളിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് ഒന്നിപ്പിച്ചതായി ബോധ്യത്തിലൂടെ നിങ്ങൾ ദൈവത്തിന് സമ്മതം പറയുക. പരസ്പരം നിങ്ങളെടുക്കുന്ന പ്രതിജ്ഞ ദൈവമാണ് സീൽ ചെയ്യുന്നത്. ഉടമ്പടി എന്ന് പറയുന്നത് കൊണ്ടാണ്. കൂദാശയുടെ ഉടമ്പടി ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സീല് ചെയ്യുകയാണ്. അപ്പോൾ ആ ദൈവം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ദൈവത്തിലേക്ക് ആശ്രയിക്കുക മാത്രം. അതുപോലെ ഇന്ന് നിങ്ങളിവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നത് ഈ കല്യാണം കൂടി നല്ല ഭക്ഷണം കഴിച്ച് പോകാനല്ല. ഇവർ ഇന്നെടുക്കുന്ന പ്രതിജ്ഞ മരണം വരെ തുടർന്നു കൊണ്ടുപോകുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹായവും ശക്തിയും നിങ്ങളും പ്രോമിസ് ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇവരെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും എപ്പോഴും സഹായിക്കുക. പ്രത്യേകിച്ച് അവർക്ക് ബുദ്ധിമുട്ടുകളോ സഹനങ്ങളോ സംശയങ്ങളോ ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങളായിരിക്കണം അവരെ ആ സ്നേഹത്തിൽ ഒന്നിപ്പിക്കേണ്ടത്. ഇന്നത്തെ ഈ കൂദാശയുടെ സമയത്ത് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ആ ദിവസത്തെ ഓർത്ത് കർത്താവെ, അന്ന് അങ്ങയുടെ ഭവനത്തിൽ വെച്ച് അവരുടെ കൂടെ ഈ മംഗളകർമ്മത്തിന് കൂദാശയിൽ പങ്കുചേർന്നപ്പോൾ ഞങ്ങൾ നിന്നോടും പറഞ്ഞല്ലോ അവരെ അക്കമ്പനി ചെയ്യാൻ ഞങ്ങളുമുണ്ടെന്ന്. ആ ധൈര്യം അമലയ്ക്കും
വിശാഖനം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ച് കൈപിടിച്ച് നടത്തി നിങ്ങളിലൂടെ കുഞ്ഞുങ്ങളെയും ഈ സമൂഹത്തിലെ ദൈവത്തിൻ്റെ ആ വലിയ ദൗത്യം സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകുവാൻ നിങ്ങളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ ഇവിടെ ഒന്നിപ്പിച്ച് കൊണ്ടുവന്ന ദൈവത്തിനും നിങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അനുഗ്രഹങ്ങളും നേരുന്നു. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പുരോഹിതന്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ പ്രകാശാർപ്പിക്കുന്നതിനെ നിർമ്മിക്കുവാനാണ് നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ അവരെ ഭൗതികമാണല്ലോ. ഇപ്പോഴാകട്ടെ ജയപ്രകാശിയെ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹികത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാസ്പർശം നിങ്ങൾ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. വിശാഖമല്ല, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മതം കൂടാതെ പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധമാണ്. വിവാഹം ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും യേശുവിൻ്റെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കും. ഞാൻ പറഞ്ഞിരുന്നത് വിശാഖ വീണ്ടും നിങ്ങളുടെ ഭാര്യയായി സ്വീകരിക്കുന്നതിലും ഈ നിമിഷം മുതൽ മരണം നിങ്ങളെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കുന്നതിന് സമ്മതമാണ്. അമല, ഈ നിൽക്കുന്ന വിശാഖിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിനും ഈ നിമിഷം മുതൽ മരണം നിങ്ങൾ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കുന്നതിന് സമ്മതമാണ്. നിങ്ങളിപ്പോൾ പരസ്പര സമ്മതം കർത്താവ് കാരുണ്യത്തോടെ സ്വീകരിച്ച് അനുഗ്രഹാശിച്ചുകൊണ്ട് നിങ്ങളെ സമ്മതരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, കാലിയും മോചനവും ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദവത്തിന് അടയാളമായി നമ്മുടെ ആശീർവദിക്കണമേ. ഞാൻ സ്നാന മത്സരത്തിൽ പ്രസാദവനം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ദമ്പതികൾ ക്രിസ്തു സഭയിൽ പരമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വിശ്വസ്തയുടെ അടയാളമായി എല്ലാവരുടെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ താലി ധരിച്ചു കൊള്ളുക. എന്നോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക.
ഈശോയോട് പറയുക, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ മോതിരം ധരിച്ചു കൊള്ളുക. പ്രിയ സഹോദരരെ, തിരുസഭയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾ അഭിവൃദ്ധിപ്പെടാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ, ഇന്ന് വിവാഹബദ്ധരായി ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകകളായി പ്രശോഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ ഈ മക്കളെ കൃപയാക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരാനും ജീവിത ക്ലേശങ്ങളും വൈശ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാനും വേണ്ട കൃപാവരം അവർക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കണമേ.
ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത.
നിങ്ങൾ സന്തോഷത്തോടെ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹീതമായ പ്രത്യാശ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ കേക്കിനെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. A river to a valley, an ocean to a stone. The time it takes the edges to become well worn. But with your arms around me, I've never been more sure that all this time and softened lines are better than before. We're better than before. My love will not change. My love will not change. Through the years it grows, but time will hold the weight. My love will not change. Sailing through the seasons with every setting sun, breathing in the feeling like we've just begun.
My love will not change.